ഓക്കെ. ഇന്ന് നമ്മുടെ കോടതി റോഡിലെ ശുചീകരണ പ്രവർത്തനങ്ങളുമായി ചെങ്ങന്നൂരിൽ എത്തിച്ചേർന്ന ആലാ വിപണിയുടെ എല്ലാ പ്രവർത്തകർക്കും നന്ദി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ട നാടാണിത്. അല്ലാതെ ഗാന്ധി ജയന്തി ദിനത്തിൽ മാത്രമായിട്ട് രാജ്യസ്നേഹം പ്രകടിപ്പിക്കേണ്ട നാടല്ല ഇത്. അതേപോലെ തന്നെ ഗാന്ധി ജയന്തി ദിനത്തിൽ മാത്രം 10 മണിക്ക് പൗഡർ ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് രാജ്യസ്നേഹം പ്രകടിപ്പിക്കേണ്ടതല്ല നമ്മുടെ യഥാർത്ഥ രാജ്യസ്നേഹം എന്ന് പറയുന്നത്. ഞാൻ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ഈ കോടതി റോഡിൽ ഒരു കേബിളിൻ്റെ ഡ്രമ്മിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ കിടക്കുന്നത്. അത് മാറ്റാനായിട്ട് ആരും തയ്യാറാകുന്നില്ല, ഒറ്റ ഒരാളും തയ്യാറാകുന്നില്ല. അവിടെ പല ആൾക്കാരും മറിഞ്ഞു വീഴുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ എത്രയോ സർക്കാർ സംവിധാനങ്ങളുണ്ട്, എത്രയോ ഉദ്യോഗസ്ഥർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ നാട്ടിലെ സാധാരണപ്പെട്ട ആൾക്കാരുടെ നികുതിപ്പണം ഉപയോഗിച്ച് ശമ്പളം മേടിക്കുന്ന ആൾക്കാർ എത്ര പേര് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ട്. കാരണം ഈ കോടതിയുടെ റോഡിലുള്ള മതിലെല്ലാം നോക്കുമ്പോൾ മനസ്സിലാകും, തുടർച്ചയായിട്ട് മതിലയിൽ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ എന്താ പറയുന്നത്, അവരുടെ പരസ്യങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരെ കൊണ്ടൊന്ന് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടൊന്ന് നാടിന് യാതൊരു പ്രയോജനമില്ലാത്തൊരവസ്ഥയാണ്. എല്ലാവരും കേരളം പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റ് പല രാജ്യങ്ങളും കണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ പോലെ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട് വേറെ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഈ കേബിള് ഈ കോടതി റോഡിൻ്റെ അവസാന ഭാഗത്തായിട്ട് അനേക നാളുകളായിട്ട് ഏകദേശം 1 വർഷത്തിന് മേലായിട്ട് ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന അവസാനം പല ആൾക്കാരും ഇത് തട്ടി വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ മാറ്റുന്നതാണ്. ഞാനും വിചാരിച്ചു കുറേ ആൾക്കാർ തട്ടി വീഴട്ടെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഈ കോടതിയുടെ ഈ ഭാഗത്ത് ഒരു ചെറിയ ഓടയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ KCB എഞ്ചിനീയർമാരുമായിട്ടൊക്കെ PWD എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തു. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇന്നലെ തന്നെ ഈ കോടതിയുടെ ഭാഗത്ത് 50 പ്രാവശ്യമെങ്കിലും കറണ്ട് പോയി. ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് മൊത്തം വള്ളി കയറി കിടക്കുക. ആർക്കൊന്ന് പരാതിപ്പെടാനുള്ള ഒരു മനസ്സ് പോലും ഇല്ല. എന്തോ എനിക്കൊന്ന് ഇവരുടെയൊക്കെ ആ കോശങ്ങളൊക്കെ നിർജ്ജീവമായെന്ന് തോന്നി. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആലായിൽ നിന്നൊരു ടീം ഇവിടെ എത്തിയത്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ 1000 നന്ദിയാണ് ശരിക്കും. അപ്പം ഇത് സമൂഹത്തിനൊരു മാതൃകയായിരിക്കണം. ചുമ്മാ അത് കൊടി പിടിച്ചതുകൊണ്ടോ ബാനർ പിടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പോസ്റ്റർ എഴുതിയതുകൊണ്ടോ അല്ലെങ്കിൽ 10 മണിക്ക് പൗഡർ ഇട്ടുകൊണ്ട് വന്ന് ഫോട്ടോ എടുത്തുകൊണ്ടോ രാജ്യസ്നേഹമാകുന്നില്ല. ഈ രാജ്യം ഒരു കാരണവശാലും നന്നാകത്തുമില്ല. നിങ്ങളുടെയൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ അടുത്ത തലമുറയ്ക്ക് ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതപ്പതിച്ചു കഴിഞ്ഞു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ പുരോഗതിയൊന്നുമല്ല കാണുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ നിർജീവ സ്വഭാവം കാരണം, നിർജീവ അവസ്ഥ കാരണം ഈ രാജ്യം നാൾക്ക് നാൾ തകർന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ ഇത് ഉൾക്കൊണ്ട് ഇന്നു മുതൽ പുതിയൊരു മാറ്റത്തിന് വേണ്ടി തയ്യാറാകണം. ഇതിന് ഞങ്ങൾ ഇന്ന് ആലാ വിപണി പ്രവർത്തകർ ഇവിടെ വന്നിട്ട് മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ്.